ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ എങ്ങനെയാണ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് സെക്കൻഡ് ലൈൻ ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലാണ്ട് ചെയ്തിട്ട് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് അടിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി നേരത്തെ പറഞ്ഞത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. ഈ സൈനപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൈനപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരിക. ആദ്യം ഇമെയിൽ ഐ ഡി അടിക്കുക, പിന്നെ പാസ്വേഡ് അടിക്കുക. അപ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഒരുപാട് ഇമെയിൽ ഐ ഡി ഉണ്ട്. അപ്പോൾ എൻ്റെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഈ ഒരു പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പെർമിഷൻ ടിക്ക് കൊടുക്കുക. ഇവിടെ ചെറിയൊരു ബോക്സ് കാണാം, അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ച് പെർമിഷൻ എല്ലോ കൊടുക്കാണ്ട്, കാരണം നമുക്ക് OTP ഒക്കെ വരുന്നതാണ്. അപ്പോൾ പെർമിഷൻസ് എല്ലാം എല്ലോ കൊടുക്കുക. എല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് യൂസ് ലൊക്കേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഏരിയ കോഡ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാനഡയുടെ ഏരിയ കോഡാണ് നമ്മൾ കൊടുക്കുന്നത്, 587. അപ്പോൾ കനേഡിയൻ ഏരിയ കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും വരാം. അപ്പോൾ നമ്മൾ എഗ്രിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയ കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എഗ്രി കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ എഗ്രി കൊടുത്തിട്ടുണ്ട്. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഇതിൽ ബാൻ അല്ലാത്ത നമ്പർ നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ വേറൊരു ഫോണിലാണ് വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ആ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്പർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കൺട്രി കോഡ് കൊടുക്കണം. കൺട്രി കോഡ് 1 കൊടുക്കുക. 1 കൊടുത്തതിന് ശേഷം ആദ്യത്തെ നമ്പറാണ് ഞാൻ അവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ബാൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്പർ ബാൻ ഒന്നല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ആപ്പിൽ കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്പർ വർക്കിംഗ് അല്ലെങ്കിൽ അടുത്ത നമ്പർ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിൻ്റെ ശേഷം വാട്സപ്പിൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ വാട്സപ്പിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് SMS എന്ന് കാണാം, കോൾ മീ എന്ന് കാണാം. അപ്പോൾ കോൾ മീ എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോൾ മീ എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നതാണ്. ഒരു 2 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കോൾ വരുന്നതാണ്. കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, കട്ട് ചെയ്താൽ മതി. അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ കോൾ കട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കോൾ വരും. ഇവിടെ കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോഡ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി യൂസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ആയില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ടെലിഗ്രാം ചാനലിലാണ് ഇത് ഫയൽ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സൈനപ്പ് ചെയ്യുമ്പോഴും ചെറിയ എററും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടിയിട്ടൊന്ന് നോക്കാം. OTP ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വരും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനായിട്ട്. OTP കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്ക് അടിച്ച് പോവുക അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് എന്തായാലും OTP വരുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് OTP. അപ്പോൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു വോയിസ് മെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അത് പ്ലേ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ പ്ലേ അടിക്കുന്നുണ്ട്. പ്ലേ അടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കും. ഞാനിവിടെ കറക്റ്റായിട്ട് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെന്നല്ല, കൂടുതൽ ആൾക്കാരും ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ടെലിഗ്രാം ബോട്ടിലൊക്കെ ഫേക്കായിട്ട് മെയിൽ എടുത്തിട്ട് സൈനപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. മുൻപൊക്കെ അത് വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കനേഡിയൻ ഏരിയ കോഡ് സപ്പോർട്ട് ആവുന്നില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തതാണ് VPN ഒക്കെ മാറ്റിയിട്ട്.
അപ്പോൾ ഇങ്ങനെ ചെയ്യായിരിക്കും എല്ലാവർക്കും കൂടുതൽ ബെറ്റർ. ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാം. ഈ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനും ഉത്തരവാദിയല്ല. നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് മാത്രമാണ്, അതായത് അക്കൗണ്ട് നമ്പർ മാത്രമാണ് ചേഞ്ച് ആവുന്നുള്ളൂ. IP അഡ്രസ്സ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. നിങ്ങളെ കണ്ടുപിടിക്കാനും ഫേക്ക് ഐഡി യൂസ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനും എളുപ്പം തന്നെ ആയിരിക്കും. എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.